ഹായ് ഓൾ, വെൽക്കം ടു ആൽഫ കരിയേഴ്സ്. +2 കഴിഞ്ഞിട്ട് ബികോമും അതേപോലെ എംകോം പ്ലസ് ടാലി കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത്. നമുക്കറിയാം, പല ആളുകളും +2 കഴിഞ്ഞിട്ട് ഈ അക്കൗണ്ട്സ് മേഖലയിലോട്ട് ജോബ് നോക്കുമ്പോൾ അത് നമ്മൾ ബികോം അല്ലെങ്കിൽ ബികോം കഴിഞ്ഞിട്ട് എംകോം എടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ആ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട്സിലേക്ക് ജോബിന് കയറുന്നതിന് മുമ്പേ നമ്മൾ അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് കയറാറുണ്ട്. അങ്ങനെ നമുക്ക് അക്കൗണ്ട്സ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് ദിവസേന ഒരുപാട് ഒഴിവുകൾ വരാറുണ്ട്. അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് വരാറുണ്ട്, അതുപോലെ അക്കൗണ്ട്സ് ഫ്രഷർ പോസ്റ്റിലോട്ട് ഉണ്ട്. പിന്നെ നമുക്ക് അക്കൗണ്ട്സ് ഫ്രഷറൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് സാലറി ബേസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പല സ്ഥാപനത്തിലോട്ടും ഒഴിവുകൾ നിരവധി വരാറുണ്ട്. പിന്നെ സീനിയർ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് ഫിനാൻസ് മാനേജർ, ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളും ഉണ്ട്. അക്കൗണ്ട്സ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം അബ്രോഡിലോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അബ്രോഡിലെ പല കമ്പനീസിലോട്ടും വർക്ക് ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ടാക്സ് കൺസൾട്ടന്റ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് നമുക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. GST, ടാലി, TDS, പിന്നെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സോഫ്റ്റ്വെയർസ് ആണ് നമുക്ക് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യാനുണ്ടായിരിക്കുക. അപ്പം ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. അപ്പം അതിനവർ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈപ്പൻഡ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. അപ്പം ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു 6 മാസം ടു 1 വർഷത്തിനുള്ളിലായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ട്രെയിനിങ് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഫ്രഷർ എന്നുള്ള രീതിയിൽ കയറുന്ന സമയത്ത് പല സ്ഥാപനങ്ങളും ഡിഫറെൻറ്റ് സാലറീസ് ആണ് കൊടുക്കുന്നത്. 8,000 മുതൽ 15,000 വരെ ഫ്രഷേഴ്സിന് സാലറി കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ എത്രത്തോളം പഠിച്ചെടുത്തോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഫ്രഷറായിട്ട് കയറുമ്പോഴുള്ള സാലറി ഉണ്ടായിരിക്കാം. നമുക്ക് കോഴിക്കോട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വേക്കൻസി വരുന്നുണ്ട്. കോഴിക്കോട് മാവൂർ റോഡ്, ലിങ്ക് റോഡ്, മെഡിക്കൽ കോളേജ്, കുറ്റിക്കാട്ടൂർ, രാമനാട്ടുകര, പന്തീരങ്കാവ്, പാലാഴി, കല്ലായി, പാളയം, പിന്നെ കൊയിലാണ്ടി, പാവങ്ങാട്, വെസ്റ്റീൽ, നടക്കാവ്, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമുക്ക് പല പല സ്ഥാപനങ്ങൾ, ഇപ്പം റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളാവാം, സിവിൽ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളാവാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളാവാം, ക്ലിനിക്ക്, ലബോറട്ടറി, അങ്ങനെ ഒരുപാട് വേക്കൻസിയിലേക്ക് നമുക്ക് വരുന്നുണ്ട്. കോഴിക്കോടുള്ളതുപോലെ തന്നെ നമുക്ക് എല്ലാ ജില്ലകളിലും വേക്കൻസീസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് മലപ്പുറത്ത് കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ, തിരൂര്, താനൂര് തുടങ്ങിയ ഒട്ടനവധി സ്ഥലങ്ങളിലെ ഡിഫറെൻറ്റ് ഫോംസുകളിലേക്ക് നമുക്ക് ഈ അക്കൗണ്ട്സ് മേഖലയിലേക്ക് ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം വിദേശത്ത് ജോബ് നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ താൽക്കാലികമായിട്ട് ജോബ് നോക്കുന്നുണ്ടായിരിക്കും. അതിനുള്ള ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ട്. ചില സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് കം ബില്ലിങ്ങിൽ വേക്കൻസി വരാറുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് കം ക്യാഷറിൽ വേക്കൻസി വരാറുണ്ട്. മാനുവൽ ആയിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും വേക്കൻസീസ് ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട്സ് മേഖലയിലേക്ക് ജോബ് നോക്കണമെങ്കിൽ ബികോം ഒക്കെ കഴിയണമെന്ന് തന്നെ ഇല്ല. ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ട്രെയിനി ആയിട്ട് കയറാം. ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് എന്തായാലും എന്താണ് വർക്ക്, എങ്ങനെയാണ് വർക്ക് എന്നതിനുള്ള ട്രെയിനിങ് അവർ തരുമല്ലോ. അപ്പം ആ ഒരു വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക. നല്ല രീതിയിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഡിഗ്രി ഇല്ലയെന്ന് വെച്ചിട്ട് അക്കൗണ്ടന്റ് ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടാവില്ല. ഈ ഒരു അക്കൗണ്ട്സ് ട്രെയിനി നമുക്ക് ഈ ഒരു ടാക്സ് കൺസൾട്ടന്റും അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ് കാര്യങ്ങൾ തരുന്ന സമയത്ത് നന്നായിട്ട് അത് ഏൺ ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഫ്രഷർ എന്നുള്ള രീതിയിൽ കയറാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഗ്രി ഒന്നും ഈ ഒരു അക്കൗണ്ട്സ് കോഴ്സിലേക്ക് മസ്റ്റ് ആവില്ല. പിന്നെ ഈ ഒരു അക്കൗണ്ട്സ് പോസ്റ്റിലേക്ക് നമുക്ക് വരുന്ന വർക്കിംഗ് ടൈംസ് ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്. ചില ഓഫീസുകളാണെങ്കിൽ നമുക്ക് രാവിലെ 9 മണി മുതൽ 5:30 വരെ വരും. ചില സ്ഥാപനങ്ങളിൽ 9 മണി മുതൽ 6-6:30 വരെ വരും. പക്ഷെ നമുക്കൊരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയോ ആണെങ്കിൽ സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സിൽ വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയൊക്കെ ഉണ്ടായിരിക്കും. ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ നമുക്ക് 5:30-6 മണി വരെയൊക്കെ മാക്സിമം ടൈം ഉണ്ടായിരിക്കാം. ഇപ്പം 6:30 കഴിയുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. ഇപ്പം ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ ചില കമ്പനീസിന് അവരുടെ തന്നെ സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പം അത് നമ്മൾ പഠിച്ചെടുക്കണം. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന സമയത്ത് നമ്മൾക്ക് വലിയ സാലറി ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. എങ്കിലും ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള സാലറി കാര്യങ്ങളൊക്കെ എന്തായാലും അവർ നിങ്ങൾക്ക് റിലീസ് ചെയ്യും.
പിന്നെ പഴയ കാലത്താണെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ടും ഈ മാനുവൽ അക്കൗണ്ടിങ് കാര്യങ്ങൾ വരുന്നത്. എല്ലാം ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അതുപോലെ തന്നെ നമ്മളെ ട്രെയിനിങ് കാര്യങ്ങൾ തരുന്ന സ്ഥാപനങ്ങളും ഇപ്പം അധികം കമ്പ്യൂട്ടറൈസ്ഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ഇപ്പം വരുന്ന ഓരോ സ്ഥാപനങ്ങളിലൊക്കെ ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പം മാനുവലായിട്ട് അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഏജ് നമുക്ക് എന്തായാലും ഒരു 36-40 ഉള്ളിലുള്ള ഒരാളാണെങ്കിലും നമുക്ക് ട്രെയിനായിട്ട് ചില സ്ഥാപനങ്ങൾ അവരെടുക്കുന്നുണ്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. ഇപ്പം മാനുവലൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മേ ബി അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എന്താണെന്ന് അറിയില്ലായിരിക്കും, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്ന ടാക്സ് കൺസൾട്ടൻറ്റും നമുക്ക് വേക്കൻസീസ് തരാറുണ്ട്. നമ്മളങ്ങനെ കാൻഡിഡേറ്റിന് സർവീസ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ BCom MCom ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ട്രെയിനിങ് നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും അങ്ങനെ ട്രെയിനിങ് നോക്കുന്നുണ്ടെങ്കിൽ ആൽഫ കരിയേഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും ഇനി ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും നമുക്ക് നിരവധി ഒഴിവുകൾ വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറത്ത് ജില്ലയിലും ആയിട്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ആൽഫ കരിയേഴ്സിലേക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ പറയാം, 9562515552 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അതിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമെ അല്ലെങ്കിൽ ബയോഡാറ്റ ഉടനെ തന്നെ ഷെയർ ചെയ്യാം. നമ്മൾ വേണ്ട പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നതാണ്. താങ്ക് യു. അപ്പോൾ ഏകദേശം അക്കൗണ്ട്സ് മേഖലയെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വർഷങ്ങളായിട്ട് കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളത്തൊക്കെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു HR കൺസൾട്ടൻസിയാണ്. അക്കൗണ്ട്സ് മേഖല എന്ന് പറയുമ്പോൾ ആദ്യത്തെ വോയിസിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഇൻഡസ്ട്രീസിലും എല്ലാ മേഖലയിലും അക്കൗണ്ടൻറ്റുമാർ ഇല്ലാതെ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ സ്റ്റാഫ് ഇല്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നോർമലി +2 ശേഷം തന്നെ അല്ലെങ്കിൽ SSLC പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളേതായ ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു മേഖലയാണ് അക്കൗണ്ട്സ് മേഖല. അത്യാവശ്യം കണക്കിലും കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ധാരണയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ ഏൺ ചെയ്യാനും സമ്പാദിക്കാനും നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസും കൂടെ കിട്ടുന്ന ഒരു മേഖലയാണ് അക്കൗണ്ട്സ് മേഖല എന്ന് പറയുന്നത്, അക്കൗണ്ട്സ് കരിയർ എന്ന് പറയുന്നത്. അപ്പോൾ +2 ശേഷം തന്നെ നമുക്ക് സിമ്പിളായിട്ട് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്തിട്ട് തന്നെ നമുക്ക് അക്കൗണ്ട്സിലേക്ക് കയറാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല SSLC +2 ശേഷം CMA CA പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയിലേക്ക് നമുക്ക് തിരിയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ബില്ലിങ്, ക്യാഷ്യർ അത്തരം മേഖലകളുണ്ട്. അതുകൂടാതെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് മേഖലയിലെ സ്ഥാപനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങും നല്ല അക്കൗണ്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക് ചേർന്ന് പഠിക്കുകയാണെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനും ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ഏണിങ്സ് അത്യാവശ്യമുള്ളവരാണെങ്കിലും ഇനിയിപ്പോൾ അതല്ല അത്യാവശ്യം ഫാമിലി ബാക്കപ്പ് ഉണ്ട്, നമുക്കൊരു അത്രയും പെട്ടെന്നൊരു അത്യാവശ്യമില്ല, നമുക്ക് നല്ലൊരു കരിയറാണ് ആവശ്യം എങ്കിൽ അങ്ങനെയുള്ളവർക്കും നല്ലൊരു ഒരു മേഖലയാണ് അക്കൗണ്ട്സ് മേഖല. ഞാൻ പറഞ്ഞ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം, നമുക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുള്ളവരാണ്, അങ്ങനെയാണെങ്കിൽ +2 ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അക്കൗണ്ടൻ്റായിട്ട് മാറാവുന്ന തരത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ +2 ശേഷം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് CAയോ CMAക്കൊക്കെ എന്താ പറയുക അത് പരീക്ഷകളൊക്കെ എഴുതി പാസ്സായി ആ രീതിയിൽ ജീവിതത്തിലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണെങ്കിൽ അതിനും പറ്റിയൊരു മേഖലയാണ് അക്കൗണ്ട്സ് മേഖല. അപ്പോൾ ചെറിയ വ്യാപാര വ്യവസായ ബിസിനസ് സ്ഥാപനങ്ങൾ മുതൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ GCC കൺട്രീസിൽ ഗൾഫിലേക്കൊക്കെ ജോബ് നോക്കുന്നവരാണെങ്കിൽ കൂടി ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഒരുപാട് അതായത് ഓപ്പണിങ്സ് ട്രെയിനി ആയിട്ടും ജൂനിയർ അക്കൗണ്ടൻറ്റ്, ഫ്രഷർ അക്കൗണ്ടൻ്റ് ആയിട്ടൊക്കെ കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം, ട്രിവാൻഡ്രം, എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സപ്പിലേക്ക് നിങ്ങളെ റെസ്യൂം അയച്ചു തന്നോളൂ. ഓക്കെ, താങ്ക് യു.